ഞങ്ങൾ വീണ്ടും തിരിച്ച് റീപാക്ക് ചെയ്തു. പാക്കിംഗ് അല്ല, ഇത് ഒറിജിനൽ പാക്കാണ്. പക്ഷേ നമ്മൾ റീപാക്ക് ചെയ്തിട്ട് ഞങ്ങൾക്കുള്ള കാര്യം പറയാനുള്ള പദം 2-3 പോകേണ്ടത്. പിന്നെ ഇത് തുറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇത് കുട്ടികൾ കളിക്കാൻ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ പാക്കറ്റിന് പുറത്ത് തന്നെ പ്രത്യേക ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്, 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് കളിക്കുവാൻ അനുയോജ്യമാണ് എന്ന്. പാർട്സായിട്ടാണ് നമ്മൾ ഗണ്ണ് ഇതിനകത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ പാർട്സ്. ഇത് അതിൻ്റെ ഏറ്റവും മുൻഭാഗമാണ്. ഇതിന് പിറകിലുള്ള ഭാഗമുണ്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും മുൻവശത്തുള്ള ഭാഗം. ഈ ഓറഞ്ച് നിറത്തിലെ ഭാഗത്തിൽ ചില മോഡലിലുള്ള ഗണ്ണിൽ കുട്ടികൾക്ക് കൊടുക്കണം. ഇതാണ് നമ്മൾ എടുത്ത് പറഞ്ഞ സാധനം. ഇതിനകത്താണ് ജെൽ ബോൾസ് നിറയ്ക്കുന്നത്. ഇതാണ് ഈ ഗണ്ണിൻ്റെ റീചാർജബിൾ ബാറ്ററിയും അതിൻ്റെ ചാർജറും. പിന്നെ ഈ ഗണ്ണ് ഉപയോഗിക്കേണ്ട ഇൻസ്ട്രക്ഷൻ മാനുവലും അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ജെൽ ബോൾസ്. ഇതിൻ്റെ കൂടെ വരുന്നത് വളരെ ചെറിയ പാക്കറ്റാണ്. പക്ഷേ നമുക്കൊരു 2 പ്രാവശ്യം ഈ ക്യാപ്പിൽ നിറച്ചും ഉപയോഗിക്കാനുള്ളത് കാണും. ഇപ്പം നമ്മൾ ഈ പാക്കറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇത് നമ്മൾ മുമ്പേ ഉപയോഗിച്ച് തീർത്തായിരുന്നു. ഗണ്ണ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള പ്രത്യേക സ്വിച്ച് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ഇത് ഓണാക്കിയതിന് ശേഷം ട്രിഗർ അമർത്തിയാൽ ബുള്ളറ്റ്സ് ഇല്ലെങ്കിൽ പോലും നല്ല സൗണ്ട് കിട്ടാറുണ്ട്. ഈ സൗണ്ട് കേട്ടിട്ടാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ. ഗൺ വാങ്ങിയപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയ ബബിൾസ് എല്ലാം നമ്മൾ ഉപയോഗിച്ച് തീർത്തത് കൊണ്ട് ആമസോണിൽ നിന്നും ഒരു 50,000 ബുള്ളറ്റ്സ് ഇങ്ങനെ വാങ്ങിയിരുന്നു. ഇത് 2 കളറിലാണ് നമുക്ക് കിട്ടിയത്. ഏകദേശം 500 രൂപ അടുപ്പിച്ച് ഇതിന് വിലയാവുകയും ചെയ്തു ഗൈസ്. ഫുള്ള് വെച്ചിട്ടില്ല, വെള്ളം വീട്ടിൽ വെച്ചിട്ടുണ്ട്. അടക്കുന്നില്ല. A few moments later. നേരത്തെ ഇട്ട് വെച്ചത് ബുള്ളറ്റ്സ് പകുതി ഡബ്ബ ആയി. ഇനിയും വെള്ളം ഒഴിക്കേണ്ടി. ഇപ്പൊ നമ്മൾ നിറഞ്ഞ് ഈ പരിപാടി ഒരു സൈഡിലേക്ക് ഒട്ടിയിരിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഇട്ട് വെച്ച ബുള്ളറ്റ്സ് എല്ലാം കറക്റ്റ് പരുവത്തിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മൾ ബോട്ടിൽ മാറ്റി വേറെ വെച്ചായിരുന്നു. കാരണം ഒരുപാട് പൊങ്ങി വന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് ചെക്ക് ചെയ്യാനെ കൊണ്ട് ഇതിനകത്തുനിന്ന് 2 പ്രാവശ്യം ഞങ്ങൾ ബുള്ളറ്റ്സ് എടുത്തിട്ട് ഗണ്ണിനകത്തിട്ട് ഫയർ ചെയ്ത് നോക്കുകയും ചെയ്തു. ഈ ബോൾസ് എല്ലാം 7 to 8 mm തിക്നെസ് ഉള്ള ബോളുകളാണ്. ഇത് 8 mm വലിപ്പമുള്ളതാണ്. പിന്നെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയപ്പോൾ പറയാൻ മറന്നുപോയി, ഇത് പ്രൊമോഷണൽ പരിപാടിയൊന്നുമല്ല. ഇനി നമുക്ക് ഓരോരോ പാർട്സായിട്ട് എടുത്ത് അസംബ്ലി ചെയ്ത് നോക്കാം ഗൈസ്. വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് ഒരു കൈവച്ച് തിരിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രൂ പോലെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഒരു ടൂൾസിൻ്റെ സഹായമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സിസ്റ്റം. ഞാൻ ഫ്രീ ഫയറോ പബ്ജിയോ ഒന്നും കളിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ പേരറിയില്ല ഗൈസ്. നിങ്ങൾക്കാർക്കെങ്കിലും പേരറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇത് വെറുതെ പ്ലഗ് ചെയ്യുന്ന മോഡലാണ്. ഇതിൻ്റെ ലൈറ്റുള്ള വെർഷനും ഈ ബോക്സിൻ്റെ പുറത്തായിട്ട് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡിസൈനാണ്. ഇനി നമുക്കിതിൻ്റെ കാറ്ററിജിൽ ബുള്ളറ്റുകൾ നിറയ്ക്കാം. പിള്ളേർക്ക് ഇങ്ങനെ കൂടുതലാണ് മറ്റേ അതിന് സ്റ്റിക്കർ. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാറ്ററി. റീചാർജബിൾ ബാറ്ററിയാണ്, ലിഥിയം അയൺ ബാറ്ററിയും കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ നേരം നമുക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഗൈസ്. പതുക്കെ പതുക്കെ. വെള്ളമില്ല. ബുള്ളറ്റ്സ് ഇതിൽ നിറയ്ക്കുമ്പോൾ വെള്ളമില്ലാതെ ബുള്ളറ്റ്സ് മാത്രം നിറയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് പോലും വെള്ളമില്ലാതെ ബുള്ളറ്റ്സ് മാത്രമാണ് ഗൈസ് ഇതിൽ നിറച്ചിരിക്കുന്നത്. ഗണ്ണെടുക്കുക, ഇങ്ങനെ തല തിരിച്ച് പിടിച്ചിട്ട് കണക്ട് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് ത്രെഡ് ചെയ്ത് ഇനി ട്രിഗർ അമർത്തിയാൽ പണിപ്പാകും ഗൈസ്. വെളിയിൽ ബുള്ളറ്റ്സ് വന്നാൽ വീടിനകമെല്ലാം വൃത്തികേടാവും. അമ്മ വടിയെടുത്തുകൊണ്ട് നമ്മളെ അടിക്കാൻ വരും. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഇവിടെ പൊട്ടിക്കുന്നില്ല. നമുക്ക് വെളിയിലോട്ട് പോകാം. അടിപൊളി സാധനമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ കളിക്കുമ്പോൾ മാത്രം കുട്ടികൾക്ക് ഇതിൽ ബുള്ളറ്റ്സ് ഇട്ട് നൽകിയാൽ മതി. അല്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള സൗണ്ട് വെച്ചിട്ട് നമുക്ക് കളിക്കാൻ നൽകുന്നതാണ്.